ഹായ് കൂട്ടുകാരെ, നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ ആദ്യം ഒരു അര കിലോ ചിക്കൻ എടുത്തു. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ റെസിപ്പി എല്ലാം കൂടെ എടുത്തു, അപ്പം ഞെങ്ങിപ്പോയി അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം എന്നാ ചെയ്തതെന്ന് വെച്ചാൽ, ഒരു 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, സൺഫ്ലവർ, മുട്ട, ഇച്ചിരി സോയാ സോസ്, ഇതുണ്ടോ സോയാ സോസും കൂടെ ഒഴിച്ച് ഒരു മുട്ടയും ചേർത്ത് തിരുമ്മി വെച്ചു. 1 മണിക്കൂർ 1.5 മണിക്കൂറോളം തിരുമ്മി വെച്ചിട്ട് സൺഫ്ലവർ, ഒറിജിനൽ സൺഫ്ലവർ ആട്ടോ, ആ സൺഫ്ലവറിൽ ഞാൻ വറുത്തെടുത്തു. ഉണ്ടോ, ഈ വറുത്തെടുത്തിട്ട് കോരി എടുത്തിട്ട് ആ എണ്ണയിൽ തന്നെയാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ഇടുന്നത്. അപ്പോൾ ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ സവാള, പച്ചമുളക്, ഇഞ്ചി, ക്യാപ്സിക്കം, പിന്നെ വെളുത്തുള്ളി ചതയ്ക്കാൻ വെച്ചിട്ടുണ്ട്, ചതച്ച് കൊണ്ടിട്ട് കേട്ടോ. ഓക്കെ, ഇത് കോരിയിട്ട് ഇങ്ങനെ വെച്ചു ഞാൻ പാത്രത്തിൽ കേട്ടോ. വെളുത്തുള്ളി ചതച്ചുകൊണ്ട് വന്നു. ഈ സവാള ഇടാൻ പോകും. സവാള, കുറച്ച് ഇഞ്ചി ചതച്ചത്. ഇഞ്ചി ഇതിനകത്ത് നന്നായിട്ട് ചേർന്നെങ്കിലാണ് കേട്ടോ, ഈ വെളുത്തുള്ളി ഇഞ്ചിയും ചേർന്നെങ്കിലാണ് ഇതിനങ്ങനെ നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. അതെ, പച്ചമുളക്, പിന്നെ വേണ്ടത് ക്യാപ്സിക്കം, എല്ലാം കൂടെ ഇട്ട് ഒന്ന് പയ്യെ വേവില്ല കേട്ടോ. മൂടി വെച്ചൊന്ന് വേവട്ടെ. അപ്പോൾ ഇത് നന്നായിട്ട് ഇത് വാടി. ഉണ്ടോ, എണ്ണ തെളിഞ്ഞു വന്നു. എണ്ണ ഞാൻ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ആട്ടോ, ഒറിജിനൽ സൺഫ്ലവറാണ്. അത് ഇതാ സൺഫ്ലവർ. അത് ഞാനിവിടെ ഈ തൊടുപുഴ ഒരു കടയിൽ നിന്നാണ് വാങ്ങിക്കണേ. അതിന് അര കിലോയ്ക്ക് മാത്രം 160 രൂപ വരും. നമുക്ക് ഈ കടകളിൽ കിട്ടുന്ന ഒന്നും ഒറിജിനൽ സൺഫ്ലവർ അല്ല. അപ്പോൾ സൺഫ്ലവറൊക്കെ ഒറിജിനൽ ഉപയോഗിക്കുക. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടത് വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കുക. ഈ പാം ഓയിൽ സൺഫ്ലവറിൽ നിന്ന് കിട്ടുന്നതൊന്നും ഒറിജിനലല്ല. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത് അങ്ങോട്ട് കിട്ടും. ഉണ്ടോ, ചെയ്ത ശേഷം കോൺഫ്ലവർ ഞാൻ 1 സ്പൂൺ വെള്ളത്തിൽ കലക്കിയത് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങ് ഒഴിക്കാൻ പോകും. ഇനി ചേർക്കേണ്ടത് സോസ്. അപ്പോൾ ഞാൻ ചില്ലി സോസ് എല്ലാം കൂടെ ഇങ്ങനെ ഇച്ചിരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, കുപ്പിയിൽ നിന്ന് ചാടാൻ പാടായതുകൊണ്ട്. പിന്നെ സോയാ സോസ്, ചൈനീസ് വിഭവങ്ങളായതുകൊണ്ട് സോസ് ഇല്ലാതെ പറ്റില്ലല്ലോ. പിന്നെ ടൊമാറ്റോ സോസ്. പിന്നെ നമ്മൾ എരിവിന് ചേർക്കണ കുരുമുളക് പൊടിയാണ്, അത് ഇച്ചിരി എടുക്കട്ടെ കേട്ടോ. കുരുമുളക് പൊടി ചേർത്തു. എരിവിന് പച്ചമുളക് എല്ലാം ചെന്നിട്ടുണ്ട്, എന്നാലും കുരുമുളക് നന്നായിട്ട് ചെന്നാലാണ് അതിന് എരിവ് കറക്റ്റ് വരുത്തുള്ളൂ. കേട്ടോ, ഇനി ഞാൻ ഇവിടെ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളപ്പിച്ച് വെച്ച വെള്ളം ഒഴിക്കാൻ പോവാം. ഇത് നിങ്ങൾ നന്നായിട്ട് കുറുകി അങ്ങ് വരും. ഓഫ് ചെയ്ത് വെച്ചിരുന്ന കുറച്ച് നേരത്തെ നല്ല കുറുകി അങ്ങ് വരും. പിന്നെ ഞാൻ ചേർക്കുന്ന വേറൊരു സാധനം ഹണിയാണ്. ഇച്ചിരി ഹണിയും കൂടെ അങ്ങ് ചേർത്താൽ ടേസ്റ്റ് നല്ല ടേസ്റ്റ്, നല്ല മണമൊക്കെ ഒന്നുമില്ല. ഞാൻ കളറൊന്നും ചേർക്കാറില്ല കേട്ടോ, അതുകൊണ്ടാണ് വലിയ കളറൊന്നും കാണാത്തത്. എന്നാലും കാശ്മീരി മുളക് പൊടിയുടെ കളറുണ്ട്. അപ്പോൾ
ഒരു ദിവസം ഞാനിത് വിശദമായിട്ട് ഒന്നും കൂടെ ഇടാം. ഇത് ക്യാമറ ഞെങ്ങിപ്പോയതുകൊണ്ട് പറ്റിയതാണ്. അപ്പോൾ ഓക്കെ, ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുണ്ട്.